നമ്മുടെ ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 2026 വരാൻ പോകുന്ന നമ്മുടെ GD എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ GK പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ GKക്ക് ഒരുപാട് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചാൽ നല്ലൊരു മാർക്ക് GKയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആ എക്സാമിന് ഏതൊക്കെ ഏരിയകൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളൊരു വ്യക്തമായ ഐഡിയ ക്ലിയർ, അല്ലെങ്കിൽ ആ ഐഡിയ മേക്ക് ചെയ്തതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ 2026 GD വരാൻ പോകുന്ന GD എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ GK പ്രിപ്പയർ ചെയ്യും. അതിനു മുന്നേ തന്നെ നമുക്കറിയാം, നമ്മുടെ എക്സാമിന് 4 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK. ഇങ്ങനെ 4 ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓരോ ഏരിയയിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ്. അങ്ങനെ ശരിക്കും ടോട്ടൽ 80 ക്വസ്റ്റ്യൻസും, ആ 80 ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ചിട്ട് ഔട്ട് ഓഫ് 160 160ൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ മാർക്ക് നമുക്ക് ലഭിക്കുക. ടോട്ടൽ നമ്മൾ 160ൽ എത്ര മാർക്ക് വാങ്ങിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ശരിക്കും ഇതില് 4 ടോപ്പിക്കിൽ നിന്നും ഒരേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 20 മാത്സ്, 20 റീസണിങ്, 20 GK ആൻഡ് 20 ഇംഗ്ലീഷ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 160 മാർക്കിൽ, അതായത് 80 ക്വസ്റ്റ്യൻ 160 മാർക്ക്. ഈ 80 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 80 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ഇനി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയാലോ, അവിടെയുള്ള നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.25. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ബേസിക്കലി ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇനി ഞാൻ GK പറ്റി പറയാം. GK നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്സ് വെച്ചിട്ട് ഔട്ട് ഓഫ് 40ൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഈ 40 മാർക്കിൽ മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യും. ഈ 4 ഏരിയയിൽ GKയുടെ പ്രയോറിറ്റി എന്താണ് ഞാൻ പറയാം. അതായത് നമുക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മുന്നിൽ കാണുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ GK സബ്ജക്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ആൻസർ നമുക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതോട് കൂടി തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൻസർ അറിയാമെങ്കിൽ അവിടെ കാൽക്കുലേഷന്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസർ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇത്തരത്തിൽ ആൻസർ മാർക്ക് ചെയ്യുന്നതിന് അവസാനം നമ്മളുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു, GKയിലെ മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുവാണെങ്കിൽ അവിടെ കാൽക്കുലേഷൻ ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം, ഫൈനൽ റാങ്ക് നിങ്ങൾക്ക് കൂടുതൽ ഇത് സഹായിക്കും എന്നൊക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൗട്ട് എന്ന് പറയുന്നത്, മിസ്സേ ഇത്തരം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഏകദേശം 10ഓളം സബ്ജക്ട് പഠിക്കണ്ടേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്ക്, ഇങ്ങനെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കണ്ടേ? പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ എല്ലാ സബ്ജക്റ്റും എല്ലാം കൂടി പഠിക്കണമെന്ന് വെച്ചാൽ വേണ്ട. അതായത് എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഏരിയാസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് നമുക്ക് GKയിൽ സ്കോർ ചെയ്യാൻ പറ്റും. 100% ഷുവർ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി തന്നെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ GD എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഈ ഒരു PPTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 10 സബ്ജക്റ്റുകളും കംപ്ലീറ്റ്ലി പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ആ 10 സബ്ജക്റ്റുകളിൽ ചില സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്, ചില സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കാത്ത ഏരിയ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. എന്നാൽ ചോദിക്കുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ കുറച്ച് പ്രയാസമാണ് പഠിക്കാനെങ്കിലും ആ ഏരിയ കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ GK എന്ന് പറയുന്ന ഒരു പോർഷനെ സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയൂല, സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു പോർഷൻ ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ വർഷം വരാൻ പോകുന്ന എക്സാമിന് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലായി GK പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് നല്ലൊരു മാർക്ക് നമുക്ക് വാങ്ങിക്കാം. അതിലെല്ലാം കൂടി കിടന്ന് പഠിക്കണ്ട, എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി
ആ ഏരിയക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ആ ഏരിയ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. ഇതാണ് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ആർട്സ് ആൻഡ് കൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ, ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ഇവിടെ ഞാനാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കറണ്ട് അഫയേഴ്സിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിന്ന്, ജോഗ്രഫിന്ന്, എക്കണോമിക്സിന്ന്, സ്ട്രാറ്റജിക്കയിലെ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പോർഷൻ, അതുപോലെ തന്നെ സ്പോർട്സുകൾ, ഇത്തരം ഏരിയയിലാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, ഇപ്പൊ ഹിസ്റ്ററി എടുത്താൽ ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ, ഹിസ്റ്ററി എടുത്താൽ ഹിസ്റ്ററിയിൽ ഒരുപാട് പഠിക്കാനില്ലേ. അപ്പൊ നമ്മുടെ ഏൻഷ്യന്റ്, മെഡീവിയൽ, മോഡേൺ, ആ ഓരോ ഹിസ്റ്ററി പോർഷനിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ഉണ്ട്. ഇപ്പൊ ഹിസ്റ്ററിയിൽ നമ്മുടെ ഏൻഷ്യന്റ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഏൻഷ്യന്റ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുപോലെ തന്നെ നമ്മുടെ മഗധ ടൈം പീരീഡ്, മൗര്യ, അതുപോലെ തന്നെ ഗുപ്ത ടൈം പീരീഡ്, ഇത്തരം ഏരിയ, അതുപോലെ കുശാന, പിന്നെ സൗത്ത് ഇന്ത്യയിലെ കുറച്ച് ഡൈനാസ്റ്റികൾ, ഇത്തരം ഏരിയാസ് ഏൻഷ്യന്റ് ഹിസ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഓക്കെ, മീഡിയവൽ ഹിസ്റ്ററി വരുമ്പോൾ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുഗൾസും. മോഡേൺ ഹിസ്റ്ററി വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവർണർ ജനറൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈസ്രോയിമാര്, നമ്മുടെ 1857 റിവോൾട്ട്, പിന്നെ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീഡം ഫൈറ്റുകൾ, ഇത്തരം കാര്യങ്ങൾ മോഡേൺ ഹിസ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. പൊളിറ്റിയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളും അമെൻമെന്റുകളും അതുപോലെ ഷെഡ്യൂളുകളും നമ്മൾ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതെന്ത് ചെയ്യണം, കവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇത്തരം ഏരിയ പൊളിറ്റിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ്ലി പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഏരിയക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, ആണല്ലോ. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് വരാനുള്ള സംശയം എന്ന് പറയുന്നത്, മനസ്സിലിരിക്കുന്ന ഒരു സംശയം ഇങ്ങനെയാണല്ലേ, എപ്പോഴും പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണോ എക്സാമിന് വരുന്നത്, അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ നിന്ന് ഈ വർഷം നടന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഇത് മനസ്സിൽ നിൽക്കുന്ന ഒരു ഡൗട്ടാണ്. എപ്പോഴും നമ്മളെ ഒരു എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അല്ലേ? ആണ്. അപ്പൊ നമുക്ക് ഈ വർഷം നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 2025 പ്രകാരം നമ്മുടെ CAG ആരാണ്, അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ബാങ്ക് നാഷണലൈസേഷൻ 1969 വാസ് പ്രൈമറിലി എയിംഡ് അറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഞ്ചാബ് അനക്സ് ചെയ്ത വർഷം എന്നാണ്, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ലണ്ടൻ സെൻഡ് ആൻ എഡ്യൂക്കേഷൻ വുഡ്സ് ഡിസ്പാച്ച് ടു ഗവർണർ ജനറൽ ഇൻ ഇന്ത്യ ഏത് വർഷമാണ്? ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിച്ചു കണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഇതില് ഈ പഞ്ചാബ് അനക്സ് ചെയ്ത വർഷമേ ഉള്ളൂ അധികം ചോദിച്ചു കാണാത്തത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു തന്നു ഏതൊക്കെ ഏരിയ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. കറണ്ട് അഫയേഴ്സിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പഠിച്ചെടുക്കാനായിട്ട് ടൈം ഉണ്ട്, സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, എക്സാം നോട്ടിഫിക്കേഷൻ വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ, അങ്ങനെയല്ല പഠിക്കേണ്ടത്. പ്രോപ്പർലി ഇപ്പോഴേ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് ബർഡൻ ഇല്ലാതെ വളരെ നൈസായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലായി. ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളതും എന്ത് ചെയ്തു, പ്രോപ്പർലി മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തില് എങ്ങനെയാണ് ഈ PYQ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെ? നമ്മളൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം. 5 വർഷത്തെ ലാസ്റ്റ് നടന്ന ഒരു 5 വർഷത്തെ GD ക്വസ്റ്റ്യൻ പേപ്പറും
അതുമായിട്ട് ഓരോ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഫുള്ളി ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. അവിടെ നമ്മൾ തിയറി കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്തിട്ട് വേണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി വൈസ് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ആ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതായത് നമ്മളൊരു കാര്യം തിയറി പഠിച്ചിരിക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മൾ ഈ പഠിച്ചൊക്കെ കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പഠിച്ചതിൽ നിന്ന് ഇന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തി ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ തുടങ്ങുന്നത് ആ എക്സാം എന്താണെന്ന് നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്തോണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ വൺ ലൈനർ ആക്കി ഒറ്റ സെന്റൻസിൽ ഒരു ബുക്കിൽ എന്ത് ചെയ്തോണം, നോട്ട് ചെയ്തോണം. കാരണം ഈ നമ്മൾ പല സോഴ്സ് റെഫർ ചെയ്താണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ എല്ലാ സോഴ്സും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, റെഫർ ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ നമുക്ക് അറിയാത്ത പോയിന്റുകൾ നമ്മൾ ഫാക്ട് ആക്കി നോട്ട് ചെയ്ത് പോകുന്നെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മുടെ എക്സാമിന് മുന്നേ ഉള്ള നമ്മുടെ നല്ലൊരു റിവിഷൻ എന്ത് ചെയ്യും, ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തോളുക, അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ഇല്ലേ. ഇനിയിപ്പോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, മിസ് ജിക്ക് കുറെ പഠിക്കാനുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, പ്രോപ്പർലി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എടുത്ത് തന്നെ പഠിക്കാം. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും റെഫർ ചെയ്യാം, അതൊക്കെ ഓക്കെ. പക്ഷെ വീണ്ടും ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് വെച്ചാൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു അല്ലെ. ജി കെ ആണ്, തലയിലോട്ട് കയറുന്നില്ല, പഠിക്കുന്ന എല്ലാം എന്ത് ചെയ്യാ, മറന്നു പോവാ. ഇതൊരു പ്രശ്നമാണ്. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് അതും നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംശയം. എങ്ങനെ ഓർക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റിവിഷനാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ തന്നെയാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് പഠിക്കാം. ഏത് ക്ലാസ് ആണോ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കുകയാണെങ്കിൽ ആ ഒരു പഠിക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തോണം, ക്യാപ്ചർ ചെയ്തോണം. അങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇതിനെ എന്ത് ചെയ്തോണം, റിവൈസ് ചെയ്തോണം. ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ആ ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്തോളുക, റിവൈസ് ചെയ്തോളുക. ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളെ ആ വീക്കിൽ സാറ്റർഡേ സൺഡേ വരുന്ന ദിവസം എന്ത് ചെയ്തോണം, റിവൈസ് ചെയ്തോണം. അങ്ങനെ വീക്കുകളിൽ പഠിച്ച കാര്യത്തെ ഒരു മന്തിന്റെ എൻഡിൽ ഒരു 3 to 4 ഡേയ്സ് ആ ഒരു മന്തിൽ പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്തോണം. അങ്ങനെ മന്തിന്റെ എൻഡിൽ റിവൈസ് ചെയ്യുമ്പോൾ കിട്ടാത്ത ഫാക്റ്റുകളെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോട്ട് ചെയ്യണം. അവയെ മാത്രം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. റിവിഷൻ ആണ്. കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് നോക്കിക്കോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തോ, ഒരിക്കലും പഠിച്ച കാര്യങ്ങൾ പിന്നീട് മറക്കൂല. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് പറയാൻ കിട്ടുന്നില്ലെങ്കിലും ഓർത്തെടുക്കാൻ കിട്ടുന്നില്ലെങ്കിലും നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് ഇല്ലേ? സോ ഓപ്ഷൻസ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓപ്ഷൻസ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർലി എന്ത് ചെയ്തോളുക, പഠിക്കുന്ന കാര്യത്തെ എന്ത് ചെയ്തോളുക, നമ്മളങ്ങ് റിവൈസ് ചെയ്തോണം. ഓക്കെ, അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ജി കെ ഉണ്ടാവുക 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ച് ഔട്ട് ഓഫ് 40, അതായത് ജി കെയുടെ ഏരിയ ആണ് ഞാൻ പറയുന്നത്. ജി കെയിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ച് ഔട്ട് ഓഫ് 40 നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നു, അതായിരിക്കും മാക്സിമം ഓവറോൾ റാങ്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. ആ ഒരു കാര്യം എന്ത് ചെയ്യണം, പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, 10ഓളം സബ്ജക്റ്റുകൾ നമുക്ക് പറഞ്ഞു. ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റി നന്നായിട്ട് പഠിക്കുക, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജി കെ, ഇത്തരം ഏരിയകൾ വേണം ആദ്യം കവർ ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്, കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ് സയൻസ് സബ്ജക്റ്റുകൾ. അപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾക്ക് ഒരുപാട് പ്രയോറിറ്റിയും കൊടുക്കണം. പഠിക്കേണ്ടെന്നല്ല, ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കവർ ചെയ്തതിനു ശേഷം മാത്രം അതിലോട്ട് പോയാൽ മതി. പിന്നീട് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കിനെ മനസ്സിലാക്കി ആ ടോപ്പിക്കിന്റെ തിയറി പോർഷൻസ് കവർ ചെയ്ത്
അതിനുശേഷമായിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പഠിച്ച കാര്യങ്ങളെ മറക്കാതിരിക്കാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തോണം? റിവൈസ് ചെയ്തോണം. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കിനെയും തിയറി പഠിക്കുന്നു, ആ തിയറിയിൽ നിന്ന് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഡൗട്ട് ഇല്ല, ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അങ്ങനെ യാതൊരു വിധമായ ഡൗട്ടുകളും ഇല്ലാതെ പ്രോപ്പർലി കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ദിശ അക്കാദമിയുടെ തന്നെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. പ്രോപ്പർലി ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ വരുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് റെക്കോർഡ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. എടാ, ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വീക്കിന്റെ സൺഡേ ആകുന്ന ഡേയിൽ തന്നെ അടുത്തൊരു വീക്കിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ആയിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർലി ഏത് ടൈമാണ് ക്ലാസ് വരിക, ഓരോ ദിവസവും ഏത് ടൈമാണ് ക്ലാസ്സുകൾ വരിക എന്ന് മുന്നേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ബാക്കി എല്ലാ ജോലികളും മാറ്റി വെച്ചു, അല്ലെങ്കിൽ ആ ഒരു ടൈം കൃത്യമായിട്ട് ഈ ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറയുന്നു, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങളെ കുറച്ചും കൂടി നിങ്ങളെ പഠിത്തത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നിങ്ങളെ കുറച്ചുകൂടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ഇംപ്രൂവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകളും പ്രാക്ടീസുകളും എല്ലാം ഉണ്ടാവും. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഞാൻ പറയുന്നു, ശരിക്കും നമുക്ക് വിജയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ ഒന്നിനും വഴി തെന്നി മാറാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന GD എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ GK ടോപ്പിക്കുകളുമായിട്ടും ക്ലാസ്സുകളുമായിട്ടും വരുന്ന സെക്ഷൻസിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.